ഉണക്ക ചെമ്മീൻ കൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഒന്ന് ചൂടാക്കിയെടുത്ത ചെമ്മീനാണ്. ഞാൻ തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞു വെച്ചിരിക്കുന്നു. അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഈ ചീനിച്ചട്ടിക്കകത്തിട്ടിട്ട് അരപ്പ് കലക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരപ്പും ചേർത്തു. കറിവേപ്പിലയും പിന്നെ കുടംപുളിയും ഇട്ടിട്ടുണ്ട്. നമ്മുടെ അരപ്പ് തിളയ്ക്കാൻ തുടങ്ങി. ഇതിൻ്റെ പുളിയൊക്കെ ശകലം ഇറങ്ങിയൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ ഒരു ഗ്രേവി ഇച്ചിരി കുറുകി വരുമ്പം നമ്മൾ ചെമ്മീൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കും. ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോയി. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ പൊടിച്ച് വെച്ചിരുന്ന് ഇട്ട് കൊടുത്തു. ചെമ്മീൻ്റെ ഒരു എന്താ പറയുക, ചുവ കിട്ടണമെങ്കിൽ അതിനാണ് പൊടിച്ചിട്ടത്. അല്ലാതെ ചെമ്മീൻ ചുമ്മാ ഇട്ട ഈ ഉണക്ക ചെമ്മീൻ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഉള്ള ചെമ്മീൻ്റെ ആ ഒരു മണവും സ്വാദും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പൊടിച്ചിട്ടത്. അങ്ങനെ ചെമ്മീൻ കറി റെഡിയായി. ഇച്ചിരി ഗ്രേവി ഞാൻ വെച്ചിട്ടുണ്ടത് കപ്പയുടെ കൂടെ കൂട്ടാനായിട്ടാണ്. കപ്പയും റെഡിയായി. അങ്ങനെ കപ്പയും ചെമ്മീൻ കറിയും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ചെമ്മീനൊന്നും കാണാനൊന്നുമില്ല, പൊടിച്ച് ചേർത്തിരിക്കുമല്ലേ.